ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നായികയുടെ പേര് ലീ യു യങ് എന്നാണ്. ഒരു ഫേമസ് ഹോട്ടലിൽ പർച്ചേസിംഗ് ടീമിൽ വർക്ക് ചെയ്യുകയാണ്. ആളെ കാണാൻ നല്ല ഭംഗിയാണ്, ജോലിയിൽ എഫിഷ്യൻ്റ് ആണ്. ജൂനിയേഴ്സ് ആയാലും സീനിയേഴ്സ് ആയാലും എന്തെങ്കിലും ക്രൈസിസ് വരുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് യു യങ്ങിനെയാണ്. എങ്ങനെയെങ്കിലും അവളത് സോൾവ് ചെയ്തിരിക്കും. എല്ലാ കാര്യത്തിലും ആൾ നല്ല പെർഫെക്റ്റ് ആണ്. പക്ഷേ അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ല, ആരെയും ഡേറ്റ് ചെയ്യുന്നില്ല. അവൾ ലാസ്റ്റ് ഡേറ്റ് ചെയ്തത് 4 വർഷം മുമ്പാണ്. അതുകൊണ്ട് തന്നെ അവളെ അറിയാവുന്ന എല്ലാവരും ബ്ലൈൻഡ് ഡേറ്റ്സിനൊക്കെ പോകാനായിട്ട് യു യങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ അവളത് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വെക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. അവരുടെ ഹോട്ടലിലെ ലീഗൽ ടീമിലെ മെമ്പറായ ഡോയൂൺ കോളേജിൽ യു യങ്ങിൻ്റെ ജൂനിയർ ആയിരുന്നു. അന്ന് അവന് യു യങ്ങിനെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജോലിയൊന്നും ആകാത്തതുകൊണ്ടും ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ടും അവൾ അന്ന് ഡേറ്റ് ചെയ്യാൻ റെഡി അല്ലാത്തത് കൊണ്ടും അവൾ അവനെ റിജക്റ്റ് ചെയ്തു. അത് അവനെ ഒരുപാട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ലോയർ ആവും. അവന് ജോലി കിട്ടുന്നത് യു യങ്ങിൻ്റെ കമ്പനിയിലാണ്. അന്ന് എന്നെ റിജക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ അതെനിക്കൊരു തിരിച്ചറിവായിരുന്നു. ഇനി ഞാൻ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഒരിക്കലും റിജക്റ്റ് ചെയ്യാൻ പറ്റാത്ത കൂട്ട് നല്ലൊരു പൊസിഷനിൽ എത്തണമെന്ന് ഞാൻ അന്നേ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവൻ യു യങ്ങിൻ്റെ അടുത്ത് പറയും. കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എൻ്റെ അടുത്ത് ഇപ്പോഴും തന്നെ പറ്റി ചോദിക്കാറുണ്ട്. ഇപ്പോഴും പണ്ടത്തതുപോലെ കാണാൻ നല്ല ഭംഗിയാണ്, ആളിപ്പോഴും നല്ല സ്മാർട്ടാണെന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടെന്നും ഡോയൂൺ പറയും. അവൻ്റെ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും ഇഷ്ടമാണെന്ന് യു യങ്ങിന് മനസ്സിലാവും. ഡോയൂൺ ആണെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഇവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്. യു യങ് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ലിം സംജൂണിൻ്റെ അടുത്താണ്. സംജൂൺ ഒരു ജിം ട്രെയിനറാണ്. ഇപ്പോഴും നിന്നെ അവന് ഇഷ്ടമാണെന്ന് പറയുന്നത് നിന്റെ വെറും സംശയമല്ലേ എന്ന് സംജൂൺ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, എപ്പോഴും എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താറുണ്ടെന്നൊക്കെ അവൾ പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ഒരിക്കൽ റിജക്റ്റ് ചെയ്തതാണല്ലോ, അതുകൊണ്ട് വീണ്ടും നിന്നെ പ്രപ്പോസ് ചെയ്യാനായിട്ട് അവന് കുറച്ച് മടിയുണ്ടാവും. നീ ആയിട്ട് അതിനുള്ള അവസരം അങ്ങോട്ടേക്ക് ഇട്ടുകൊടുക്കാനായിട്ട് സംജൂൺ അവളുടെ അടുത്ത് പറയും. യു യങ്ങും ഫ്രണ്ടായ യങ്മിനും ഇന്റേണായ സേബുവും കൂടെ ഒരു ഫീൽഡ് ട്രിപ്പിന് പോവുകയാണ്. ഇതറിയുന്ന ഡോയും എനിക്ക് കാര്യങ്ങൾ കണ്ടുപഠിക്കാനാണ്, കൂടെ വരണം എന്നും പറഞ്ഞ് യു യങ്ങിനെ കൺവിൻസ് ചെയ്ത് അവരുടെ കൂടെ ചെല്ലും. അങ്ങനെ പിറ്റേ ദിവസം അവരെല്ലാം കൂടി ഒന്നിച്ചാണ് ഫീൽഡ് വിസിറ്റിന് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവൻ മാറി നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് യു യങ് ശ്രദ്ധിക്കുന്നുണ്ട്. രാത്രിയിൽ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് ഒറ്റയ്ക്കൊന്ന് കാണണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് ഡോയൂൺ യു യങ്ങിൻ്റെ അടുത്ത് പറയും. അവൾ സമ്മതിക്കും. അന്നേരത്തെ ഫോട്ടോസ് ഒക്കെ ഡോയൂൺ യു യങ്ങിനെ ഫോർവേഡ് ചെയ്ത് കൊടുക്കും. യങ്മിൻ അത് കാണും. ഡോയൂണ് നിന്റെ അടുത്ത് ക്രഷ് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒബ്വിയസ് ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലല്ലോ എന്ന് അവൾ പറയുമ്പോൾ പണ്ട് കോളേജിൽ ഒന്നിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ യങ്മിൻ്റെ അടുത്ത് യു യങ് ഷെയർ ചെയ്യും. അതും കൂടെ കേട്ട് കഴിയുമ്പോൾ യങ്മിൻ അവളെ ടീസ് ചെയ്യാനായിട്ട് തുടങ്ങും. പറഞ്ഞ കൂട്ട് ഡോയൂണും യു യങ്ങും കൂടി ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ മീറ്റ് ചെയ്യും. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ജോലിയുടെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞത് വെറുതെയാണ്. എനിക്ക് വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എനിക്ക് നിങ്ങളുടെ ടീമിലെ ഇന്റേണായ സേബുക്കിനെ ഇഷ്ടമാണ്. ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് ഡോയൂൺ യു യങ്ങിൻ്റെ അടുത്ത് ചോദിക്കും. യു യങ് ആകെ തകർന്നു പോകും. പഴയതെല്ലാം ഇത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ, ആളുകൾക്ക് ഇത്രയും മാറ്റം വരുമോ എന്നൊക്കെ അവൾ ആലോചിക്കും. സേബോക്കിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഡോയൂൺ എപ്പോഴും അവരുടെ ടീമിന്റെ അടുത്തേക്ക് വന്നിരുന്നതെന്ന് അവൾ വേദനയോടെ തിരിച്ചറിയും. യങ്മിൻ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. എങ്ങനെയെങ്കിലും യു യങ്ങിനെ ഡോയൂണിനെ ഹെൽപ്പ് ചെയ്യണം എന്ന് അവൾ തീരുമാനിക്കും. അതുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ യു യങ് കാണാൻ നല്ല ഭംഗിയല്ലേ, നല്ല എഫിഷ്യൻ്റ് അല്ലേ, ആർക്കായാലും കണ്ടാലൊന്ന് ഡേറ്റ് ചെയ്യാൻ തോന്നത്തില്ലേ എന്നൊക്കെ ഡോയൂണിൻ്റെ അടുത്ത് അവൾ ചോദിക്കും. അവൾ തെറ്റിദ്ധരിച്ചേക്കുവാണല്ലോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ ഞാനാണെങ്കിൽ ഡേറ്റ് ചെയ്തില്ല, കാരണം എന്നെക്കാട്ടിലും മൂത്ത ആളാണെന്ന് ഡോയൂൺ പറയുന്ന കേൾക്കുമ്പോൾ അവൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. 1 വയസ്സല്ലേ കൂടുതലുള്ളൂ എന്ന് അവൾ എടുത്ത് ചോദിക്കും. ആയിരിക്കാം, പക്ഷെ അത് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. എനിക്ക് വേറൊരാളെയാണ് ഇഷ്ടം. ഇവിടെ വെച്ച് ഇങ്ങനെ പറയേണ്ടി വന്നാൽ എനിക്ക് സങ്കടമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ അവരുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് സേബോക്കിനെ പ്രപ്പോസ് ചെയ്യും. സേബോക്ക് അന്നേരമാണ് ഈ സംഭവമൊക്കെ അറിയുന്നത്. അവൾക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അവൾ മിണ്ടാതിരിക്കും. അവൾ വന്ന് പരാതി പറയുന്നത് സംജുവിൻ്റെ അടുത്താണ്. നീ ഇപ്പോഴും പഴയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രശ്നമാണ്. അവന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഇഷ്ടവും മാറിയിട്ടുണ്ടാവും. അത് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നീ ഇനി ബ്ലൈൻഡ് ഡേറ്റ്സിന് പോയി നോക്കണം. അതാകുമ്പോൾ ആദ്യത്തെ ഡേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടാമതോ മൂന്നാമതോ ഒക്കെ ഡേറ്റ്സിന് പോവാം. നമുക്ക് ചേരുന്ന ആളാണോ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ആദ്യത്തെ ഡേറ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരെ കാണുകയും വേണ്ട. അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറയുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് അവൾ തീരുമാനിക്കും. ഹോട്ടൽ മാനേജറായ മിസ്റ്റർ യൂണിനും യു യങ്ങിന് വലിയ കാര്യമാണ്. എൻ്റെ കൂടെ വോളണ്ടിയർ വർക്കിന് വരുന്ന ഒരു പയ്യനുണ്ട്, അവനെ ഒരു ബ്ലൈൻഡ് ഡേറ്റിൽ മീറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ഇതിനു മുമ്പ് ഒരു ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഡോയുടെ കാര്യം മനസ്സിലിരുന്നത് കൊണ്ട് ഇവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ യു യങ് പോയിട്ട് ആ ബ്ലൈൻഡ് ഡേറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, എനിക്ക് അയാളെ മീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് മാനേജർ അടുത്ത് പറയും. അങ്ങനെയാണ് യു യങ്ങും നായകനായ ടേസൂവും ആദ്യമായിട്ട് പരസ്പരം കാണുന്നത്.
ബ്ലൈൻഡ് ഡേറ്റിന്റെ തുടക്കമൊക്കെ ഓക്വേർഡ് ആയിരുന്നെങ്കിലും പിന്നീട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് വെറുതെ ഡേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ല, അതിനുശേഷം കല്യാണം കഴിക്കാനാണ് താല്പര്യമെന്ന് ടേസൂപ്പ് അവളോട് പറയും. പരിചയപ്പെട്ട് അരമണിക്കൂറിനുള്ളിൽ കല്യാണത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ആ ഷോക്കിൽ അവളുടെ കയ്യിൽ നിന്ന് കോഫി എല്ലാം കൂടി താഴെ പോകും. ഡ്രസ്സിൽ മുഴുവൻ സ്റ്റെയിൻ ആവും. അവളത് കഴുകാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അത് പോകുന്നില്ല. സോയ സോസാണ് വീണേക്കുന്നത്. അത് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ടേസൂപ്പ് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. എന്തായാലും അവരുടെ ഡേറ്റ് അങ്ങനെ അന്നത്തെ ദിവസം തീരുകയാണ്. വീട്ടിൽ കൊണ്ട് വിടാമെന്ന് ടേസൂപ്പ് പറയുന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കുന്നില്ല. അവൻ തിരിച്ചു പോകുന്നത് വില കൂടിയ ഒരു കാറിലാണെന്ന് അവൾ കാണും. കൃത്യമായിട്ട് ഓർമ്മയില്ലെങ്കിലും കുറെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് സഞ്ജുവിനെ കൊണ്ട് അവൾ സെർച്ച് ചെയ്യിക്കും ഏത് കാറാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും വില കൂടുതലുള്ള കാറാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കാശുള്ള ആളാണെന്ന് അവൾ ഉറപ്പിക്കും. ടേസൂപ്പ് ഒരു ഫർണിച്ചർ കമ്പനി നടത്തുകയാണ്. കോളേജ് മുതലുള്ള അവന്റെ ഫ്രണ്ടാണ് ഇൻഹോ. ഇൻഹോ ഒരു സിംഗിൾ ഫാദർ ആണ്. ഒരു മോളുണ്ട്, പേര് സുവ എന്നാണ്. കോളേജിൽ ഒരു ഫ്രണ്ടിന്റെ കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെല്ലുവാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കാണും. അതിൽ ടേസൂപ്പിന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെയും ഫോട്ടോ ഉണ്ട്. 6 വർഷം ഡേറ്റ് ചെയ്തതിന് ശേഷം ഒരു ദിവസം പെട്ടെന്ന് ബ്രേക്കപ്പ് ആണെന്ന് പറഞ്ഞിട്ട് അവനെ കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്തിനായിരിക്കാം അവൾ അങ്ങനെ പോയതെന്ന് ഇപ്പോഴും ആർക്കും ഒരു പിടിയില്ല. ഇനി എങ്ങനെ ഈ കല്യാണത്തിന് വരുമോന്നൊക്കെ ഇൻഹോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ എക്സ് ഗേൾ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരും. അവളെ ടേസൂപ്പ് കാണുകയും ചെയ്യും. ഇവരെല്ലാം ഒരു ടേബിളിലാണ് ഇരിക്കുകയും ചെയ്യുന്നത്. ടേസൂപ്പിന്റെ ഫർണിച്ചർ കമ്പനി എത്ര ഫേമസ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവന്റെ ഫർണിച്ചറിന് നല്ല ഡിമാൻഡാണ്. സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് കൂടെ നിന്നിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്, അല്ലാതെ കളഞ്ഞിട്ട് പോവുമല്ല എന്നൊക്കെ എക്സ് ഗേൾ ഫ്രണ്ടിനെ കുത്തി ഇൻഹോ സംസാരിക്കും. മിണ്ടാതിരിക്കാൻ ടേസൂപ്പ് പറയുന്നുണ്ട്, പക്ഷെ അവൻ അതൊന്നും കേൾക്കത്തില്ല. എക്സ് ഗേൾ ഫ്രണ്ടിന്റെ കല്യാണമായി 1 വർഷത്തിനുള്ളിൽ കല്യാണം കാണുമെന്നൊക്കെ അവിടുത്തെ സംസാരത്തിൽ നിന്ന് ടേസൂപ്പിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എക്സ് ഗേൾ ഫ്രണ്ട് അവനെ കാണാനായിട്ട് വരും. നമ്മൾ ഡേറ്റ് ചെയ്തിരുന്നപ്പോൾ എനിക്ക് പലപ്പോഴും ലോൺലിനെസ് തോന്നി. ഇയാളെ ഡേറ്റ് ചെയ്യുന്നത് ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു. 6 വർഷം ഡേറ്റ് ചെയ്തതിന് ശേഷം ബ്രേക്കപ്പ് ആവണമെന്ന് ഒരാൾ പറയുമ്പോൾ ഒന്നുകിൽ റീസൺ ചോദിക്കണം, അതല്ലെങ്കിൽ പോകരുതെന്ന് പറയണം. ഇത് രണ്ടും ഇയാൾ ചെയ്തില്ല. എന്തുകൊണ്ടാണെന്ന് ആള് ടേസൂപ്പിന്റെ അടുത്ത് ചോദിക്കും. ആ ഒരു സമയത്ത് അത്രയും മെച്ചുവേർഡായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് എനിക്കറിയത്തില്ലായിരുന്നു. എങ്ങനെ ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് സംഭവിച്ചു പോയതാണെന്ന് അവൻ മറുപടി പറയും. ബ്ലൈൻഡ് ഡേറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഇൻഹോ ടേസൂപ്പിന്റെ അടുത്ത് ചോദിക്കും. ആള് ക്യൂട്ടായിരുന്നു എന്ന് അവൻ പറയും. രണ്ടാമത്തെ ഡേറ്റ് തീരുമാനിച്ചോ? നീ അവളെ വീട്ടിൽ കൊണ്ട് വിട്ടോ എന്ന് ഇൻഹോ വീണ്ടും ചോദിക്കുമ്പോൾ കൊണ്ടുവിട്ടില്ല. രണ്ടാമത്തെ ഡേറ്റിന് എനിക്ക് സമയമില്ല, അടുത്ത ആഴ്ച ഞാൻ ബിസിയാണ്, അത് കഴിഞ്ഞതിന് ശേഷം പറയാമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ നമ്മൾ ലേറ്റ് ആക്കാനായിട്ട് പാടില്ല, നമുക്ക് താല്പര്യം ഉണ്ടെന്ന് അറിയിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പിന്നീട് മെസ്സേജ് ചെയ്തോളാം എന്നാണ് ഇവൻ മറുപടി കൊടുക്കുന്നത്. ഇൻഹോ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവനൊന്ന് വീഴും. പിറ്റേ ദിവസം ഓഫീസിൽ ചെല്ലാതിരിക്കുന്നുണ്ടെ അന്വേഷിച്ച് വരുന്ന ഇൻഹോയാണ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറിനെ കാണിക്കുന്നത്. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു, ഇപ്പോൾ ഒരു വലിയ കമ്പനിയിൽ വലിയ സാലറി ഒക്കെ കിട്ടി ജോലി ചെയ്യുകയാണ്. സോഷ്യൽ സ്കിൽസ് കുറച്ച് കുറവാണ്, അത്രേ ഉള്ളൂ. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷെ അതൊന്നും നോക്കണ്ട, നല്ല പൈസക്കാരനാണ്. ഞാൻ ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്യട്ടെ എന്ന് സീനിയർ ആയ നാരി യുഎങ്ങിന്റെ അടുത്ത് ചോദിക്കും. അവളാണെങ്കിൽ ടേസൂപ്പിന്റെ മെസ്സേജ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. 3 ദിവസമായിട്ട് അവൻ രണ്ടാമത്തെ ഡേറ്റിന്റെ കാര്യമൊന്നും പറയുന്നില്ല. അവള് നോക്കുമ്പോൾ ആദ്യത്തെ ഡേറ്റ് കഴിയുന്നതിന് മുമ്പേ, അതല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ സെക്കൻഡ് ഡേറ്റിന് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവര് തിരിച്ച് മെസ്സേജ് അയക്കുമെന്ന് കാണും. അതിവിടെ സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ആലോചിച്ച് ആകെ നിരാശയിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ വേണ്ട, വേണമെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പറയാമെന്ന് അവൾ നാരിയുടെ അടുത്ത് പറയും. എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ടേസൂപ്പും യുഎങ്ങും കൂടി കണ്ടുമുട്ടും. ഞാനൊരു മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പോവുകയാണെന്ന് അവൻ പറയുമ്പോൾ എനിക്ക് രണ്ടാമതൊരു ഡേറ്റിന് പോകാനായിട്ട് ഓഫർ വന്നിട്ടുണ്ട്, ഞാൻ അതിന് പോകണമെന്ന് അവൾ ചോദിക്കും. അവൻ പോകണ്ടെന്ന് പറയുമെന്നാണ് അവൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അത് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഇയാൾക്ക് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്തോളാനാണ് അവൻ മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവന് അടുത്തൊരു ഡേറ്റിന് പോകാൻ താല്പര്യമില്ല എന്ന് യുഎങ് തെറ്റിദ്ധരിക്കും. ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള രീതിക്ക് ടേസൂപ്പിന് യുഎങ് മെസ്സേജ് അയക്കും. ഇയാൾ പറഞ്ഞുകൊണ്ട് ഞാൻ വാഷ് ചെയ്തു, എൻ്റെ ഡ്രസ്സിലെ സ്റ്റെയിൻ പോയി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിനും 2 ദിവസം കഴിഞ്ഞിട്ടും മറുപടി ഒന്നുമില്ല. അങ്ങനെ അവൾ നാരി പറഞ്ഞ ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ തീരുമാനിക്കും. അതിന് പോകാനായിട്ട് തുടങ്ങുന്നതന്നെയാണ് അവൾക്ക് ടേസൂപ്പിന്റെ റിപ്ലൈ വരുന്നത്. അതെന്തായാലും നന്നായി, ഇയാൾക്ക് ആ ഡ്രസ്സ് നല്ലതുപോലെ ചേരുന്നുണ്ടായിരുന്നു എന്നാണ് അവൻ റിപ്ലൈ അയക്കുന്നത്. ഇന്ന് വൈകിട്ട് നമുക്ക് കാണാൻ പറ്റുമോ എന്നും ചോദിക്കും. ഞാൻ എൻ്റെ രണ്ടാമത്തെ ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ തുടങ്ങുകയാണെന്ന് അവള് മറുപടി അയക്കും. ഒരു കഫേയിലാണ് രണ്ടാമത്തെ ഡേറ്റ് പറഞ്ഞേക്കുന്നത്. അവിടെ ലിമിറ്റഡ് മെനു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അയാൾക്ക് പൈസ ചെലവാക്കാൻ താല്പര്യമില്ല എന്ന് അവൾക്ക് ആദ്യമേ മനസ്സിലാവും. ആള് ലേറ്റുമാണ്. പറഞ്ഞ സമയം കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞിട്ടും ആളെ കാണാനില്ല. യുഎങ് നോക്കുമ്പോൾ ഹാൻസം ആയിട്ടുള്ള ഒരാൾ അവളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു. ജംജു ആണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. ബ്ലൈൻഡ് ഡേറ്റ് ആണെന്ന് അവൾക്ക് മനസ്സിലാവും. ആ മുഖത്ത് നോക്കിയിട്ട് എന്തുകൊണ്ടാണ് താമസിച്ചതെന്ന് ചോദിക്കാനായിട്ട് അവൾക്ക് പറ്റുന്നില്ല. ഇയാളെ കാണാൻ ഒരു ആക്ടറിനെ പോലെ ഉണ്ടല്ലോ, സിനിമയിൽ താല്പര്യം ഉണ്ടോ എന്ന് യുഎങ് ചോദിക്കും.
ആരും എന്നോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സിനിമയിൽ താല്പര്യമില്ലാത്ത ആർക്കാണെന്ന് അവൻ തിരിച്ചു ചോദിക്കും. എനിക്ക് റൊമാൻസ് സിനിമകളും കോമഡി സിനിമകളും ഒക്കെയാണ് ഇഷ്ടം. ഇയാൾക്കോ എന്ന് ചോദിക്കുന്നുണ്ടെ ഇത് രണ്ടും ഒഴിച്ച് ബാക്കി എല്ലാം എനിക്ക് ഇഷ്ടമാണെന്ന് അവൻ പറയും. തർക്കുത്തരം പറയുന്ന രീതിക്കാണ് അവൻ മറുപടി പറയുന്നത്. താല്പര്യം ഇല്ലാതെയാണ് അവൻ സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ കമ്പനിയുടെ കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല പൈസയാണെന്നാണല്ലോ പറഞ്ഞത്. ഇയാൾക്ക് വലിയ സാലറിയാണ് കിട്ടുന്നതെന്ന് കേട്ടു. എല്ലാ വർഷവും നിങ്ങൾക്ക് സാലറി കൂട്ടി കിട്ടാറുണ്ടോ എന്ന് ചോദിക്കും. ഫസ്റ്റ് ഡേറ്റിൽ തന്നെ ഇങ്ങനെ പൈസയെക്കുറിച്ച് പറയുന്നത് അത്ര ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ചെലവാക്കാറുണ്ട്. പിന്നെ പൈസ ചെലവാക്കി ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിനെ സ്പോയിൽ ചെയ്തൊന്നുമില്ല എന്ന് അവൻ പറയുമ്പോൾ അവൾക്കത് ഒഫൻസീവായിട്ട് തോന്നും. അല്ലെങ്കിലും അങ്ങനെ ഒരാളെ അല്ല ഞാൻ നോക്കുന്നതെന്ന് അവൾ മറുപടിയും പറയും. ഇയാൾക്ക് ഈ ഡേറ്റിൽ തീരെ താല്പര്യമില്ല, ആരും നിർബന്ധിച്ച് കൊണ്ടുവന്നത് പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ കോഫി കുടിച്ചിട്ട് നമുക്ക് ഇവിടെ വെച്ച് പിരിയാമെന്ന് അവൾ പറഞ്ഞു കഴിയുമ്പോൾ ഇവൻ കേക്ക് ഓർഡർ ചെയ്യും. അങ്ങനെ അവൻ അത് കഴിച്ച് തീരുന്നത് വരെ അവൾക്ക് അവിടെ ഇരിക്കേണ്ടി വരും. ഇയാൾ ഇത് കഴിച്ച് തീരുമ്പോൾ നമ്മുടെ ഡേറ്റ് ഇവിടെ അവസാനിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ പേ ചെയ്തിട്ട് പോകാനായിട്ട് തുടങ്ങുന്നുണ്ടേ ടേസൂപ്പ് അങ്ങോട്ടേക്ക് വരുന്നത് കാണും. യുഎൻ പെട്ടെന്ന് തന്നെ മുടിയൊക്കെ ഫ്രണ്ടിലേക്ക് ഇട്ട് തിരിഞ്ഞങ്ങിരിക്കും. അവൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇവളിങ്ങനെ വല്ലാതെ ബിഹേവ് ചെയ്യുന്ന കാണുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് ബ്ലൈൻഡ് ഡേറ്റ് ചോദിക്കും. മിണ്ടാതിരിക്കാൻ കാണിച്ചിട്ട് യുഎൻ പതുക്കെ പോകാനായിട്ട് തുടങ്ങുമ്പോൾ ടേസൂപ്പ് തിരിയും. ഇവള് പെട്ടെന്ന് തറയിലങ്ങിരിക്കും. ഇവളീ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇവന് ചിരി വരുന്നുണ്ട്. ഇവനും കൂടെ തറയിലിരിക്കും. അതാരാ, ബോയ് ഫ്രണ്ട് ആണോ അതോ എക്സ് ബോയ് ഫ്രണ്ട് ആണോ അതോ എക്സ് ബോയ് ഫ്രണ്ട് ആണോ എന്നൊക്കെ ചോദിക്കും. ഒന്ന് മിണ്ടാതിരിക്കാവോ എന്ന് ഇവള് ചോദിക്കും. യുഎൻ എന്നിട്ട് ടേസൂപ്പ് നോക്കുന്നുണ്ടോ എന്ന് നോക്കി എഴഞ്ഞ് വാതിലിന്റെ അടുത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെ പോകാൻ ഉദ്ദേശിക്കുവാണോ എന്ന് ബ്ലൈൻഡ് ഡേറ്റ് ചോദിക്കും. നോക്കുമ്പോൾ ഇവളുടെ ഉടുപ്പ് കീറാൻ പോവാണെന്ന് അവന് മനസ്സിലാവും. അതുകൊണ്ട് അത് പിടിച്ചിട്ട് കൊടുക്കും. ഇവള് തെറ്റിദ്ധരിക്കും. എന്നെ തുടരുതെന്ന് പറയുന്നുണ്ടേ അത് ഉറച്ചായി പോകും. ടേസൂപ്പ് ഇത് കേട്ട് തിരിഞ്ഞു നോക്കും. അവളെ കാണും. എന്താ പ്രശ്നമെന്ന് ചോദിച്ച് ടേസൂപ്പ് അങ്ങോട്ടേക്ക് വരും. കാര്യങ്ങൾ കൈവിട്ട് പോയെന്ന് അവക്കും ബ്ലൈൻഡ് ഡേറ്റിനും മനസ്സിലാവും. ഇതെന്റെ ചേച്ചിയാണെന്നാണ് ബ്ലൈൻഡ് ഡേറ്റ് പറയുന്നത്. ഒറ്റ മോളാണെന്നാണല്ലോ എന്നോട് പറഞ്ഞതെന്ന് ടേസൂപ്പ് ചോദിക്കുമ്പോൾ ഞാൻ കസിൻ ബ്രദർ ആണെന്ന് അവൻ പറയും. അല്ല, ഇയാൾ ഇത്ര അധികാരത്തിൽ സംസാരിക്കാൻ ഇയാൾ ആരാണെന്ന് അവൻ ടേസൂപ്പിന്റെ അടുത്ത് ചോദിക്കും. പ്രശ്നം കൂടുതൽ വഷളാകാതിരിക്കാനായിട്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഞാനൊരു ആവശ്യത്തിന് ഇങ്ങോട്ടേക്ക് വന്നതാണ്, എനിക്ക് കുറച്ച് ധൃതിയുണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് അവനോട് യാത്ര പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ യുഎൻ കഫേന്ന് ഇറങ്ങും. ബ്ലൈൻഡ് ഡേറ്റ് യുഎങ്ങിന്റെ പുറകെ ചെല്ലും. ഇയാൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇയാളായിട്ടാണ് ഈ ബ്ലൈൻഡ് ഡേറ്റ് അവസാനിപ്പിച്ചതെന്ന് അവൻ വീണ്ടും പറഞ്ഞുറപ്പിക്കുമ്പോൾ അവൾ സമ്മതിച്ചു കൊടുക്കും. ഇയാൾ അവിടെ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും എന്നെ ഒരു രീതിക്ക് ഹെൽപ്പ് ചെയ്തില്ല, പക്ഷെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇയാൾ ശ്രമിച്ചല്ലോ, അതിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് യുഎൻ പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഇവൻ പുറകെ ചെല്ലും. നമുക്ക് ഒന്നിച്ച് ബിയർ കുടിക്കാനായിട്ട് പോയാലോ, ഇത് രണ്ടാമത്തെ ഡേറ്റ് ആയിട്ട് ഇയാൾ കൂട്ടണ്ടെന്ന് പറയും. കുറച്ചു നേരം ആലോചിച്ചിട്ട് അവൾ ചെല്ലാമെന്ന് സമ്മതിക്കും. ഒന്നും കഴിച്ചിട്ടില്ല, യുഎങ്ങിന് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോൾ കഫേയിൽ ഞാനാണ് പൈസ കൊടുത്തത്, ഇപ്രാവശ്യം ഇയാൾ വേണം പേ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അവൾ കുറേ ഫുഡ് വാങ്ങിക്കും. അവൻ അവളെ കൗതുകത്തോടെ നോക്കും. ഞാൻ ക്യൂരിയസ് ആയതുകൊണ്ട് ചോദിക്കുകയാണ്, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, വേറെ പ്രത്യേകിച്ച് കുറവൊന്നുമില്ല, അത്യാവശ്യം കാണാൻ ഭംഗിയാണെന്നാണ് എൻ്റെ വിചാരം, പിന്നെ എന്തുകൊണ്ടാണ് ഇയാൾക്ക് എന്നെ ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിക്കും. ഇയാളെ കാണാൻ ഭംഗിയാണെന്ന് അവൻ സമ്മതിച്ചു കൊടുക്കും. എന്താണ് പ്രശ്നം എന്ന് ഇയാളെ ഓണസ്റ്റായിട്ട് പറഞ്ഞാൽ മാത്രമേ അടുത്ത ഡേറ്റിന് എനിക്ക് അതിനനുസരിച്ച് പെരുമാറാനായിട്ട് പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇയാളുടെ അടുത്ത് ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ അവൻ അതിന് മറുപടി പറയത്തില്ല. ഞാൻ ഇയാളുടെ ടൈപ്പ് ആയിരിക്കത്തില്ലല്ലേ, അതുകൊണ്ടായിരിക്കും അല്ലേ എന്നൊക്കെ അവൾ ചോദിക്കും. അവൾ കംഫർട്ടബിൾ ആയിട്ടാണ് അവൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നടന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ബ്ലൈൻഡ് ആയിട്ട് അവളെ കൊണ്ടൊരു പ്ലേ ഗ്രൗണ്ടിലേക്കാണ് വരുന്നത്. അവളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് പക്ഷേ മനസ്സിലാകുന്നില്ല. ഇയാൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു പെൺകുട്ടിയെ കണ്ടെത്താനായിട്ട് പറ്റട്ടെ എന്ന് പറഞ്ഞ് അവനെ വിഷ് ചെയ്തിട്ടാണ് യുഎൻ അവിടുന്ന് പിരിയുന്നത്. ഇന്നത്തെ ബ്ലൈൻഡ് ഡേറ്റ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് നാരി യുഎങ്ങിന്റെ അടുത്ത് ചോദിക്കും. ആൾ നല്ല ഹാൻസം ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം കുറച്ച് ഓക്വേർഡ് ആയിരുന്നു, അതിനുശേഷം കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഞങ്ങൾ നല്ലതുപോലെ സംസാരിച്ചു, ഞങ്ങൾ ബിയർ കുടിക്കാൻ പോയി, 4 കുപ്പി സോജു ഒക്കെ കുടിച്ചിട്ട് അവിടെ വെച്ച് യാത്ര പറഞ്ഞു പിരിഞ്ഞു എന്ന് അവൾ പറയുന്നത് കേൾക്കുമ്പോൾ നാരി സംശയത്തോടെ ഇവളെ നോക്കും. ബ്ലൈൻഡ് ഡേറ്റിന് പോയ ആളുടെ ശരിക്കുള്ള പേര് ഷിൻ ജീസു എന്നാണ്. അവൻ ജംഗ്ജുവിന് പകരമാണ് പോയത്. ജംഗ്ജു ഗേ ആണ്, അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ പറഞ്ഞു വിടുന്നത്. അതിനവനെ പേയ്മെന്റും കൊടുക്കുന്നുണ്ട്. യുഎങ്ങിനെ പറ്റി കുറെ നേരം ആലോചിച്ചുകൊണ്ട് കിടന്നിട്ട് അവൻ യുഎങ്ങിന്റെ നമ്പർ എനിക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചിട്ട് ജംഗ്സുവിന് മെസ്സേജ് അയക്കും. ആദ്യത്തെ 2 ബ്ലൈൻഡ് ഡേറ്റ്സും വിചാരിച്ച പോലെ പോയില്ല. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ ബ്ലൈൻഡ് ഡേറ്റ്സ് അറ്റൻഡ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ചേ തീരുമെന്ന് അവൾ തീരുമാനിക്കും. വീട്ടിലേക്ക് പോകുന്ന വഴി അവിടെ ഒരു ഷോപ്പിൽ ഡിസ്പ്ലേക്ക് ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് കാണും. അത് അവൾക്ക് ഇഷ്ടപ്പെടും. അത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് ചെല്ലും. ഫോണിൽ പുറകെ മെസ്സേജ് വരുന്നത് ഇവൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെന്ന് ഫോൺ എടുത്ത് നോക്കും. നോക്കുമ്പോൾ എൻ്റെ കൂടെ ബ്ലൈൻഡ് ഡേറ്റിന് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് 100 കണക്കിന് മെസ്സേജസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. അവൾ ആകെ ഷോക്ക്ഡ് ആവും.